സിംഹവും പുലിയൊക്കെ പകല് ഗുഹയിൽ കിടന്ന് പൊരിഞ്ഞ ഉറക്കമായിരിക്കും. ഞാനും അങ്ങനെ ആകട്ടാ. മണ്ടന്മാര് പറഞ്ഞതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ശിക്കാരി, അയ്യോ ശിക്കാരി, പാമ്പ്. തള്ള എവിടെ? ശിക്കാരി എന്തിന് ചാടി? ഓ ചുമ്മാ തോക്കെടുക്കാൻ. എവിടെയാ പാമ്പ്? യവന്മാരെനിക്ക് ആലോചിക്കാൻ പോലും സമയം തന്നില്ല കേട്ടാ. താഴെ നിർത്തടേ. ശിക്കാരി, അവിടെയാണ് പാമ്പ്. എവിടെ? അയ്യോ, മലമ്പാമ്പ്. അമ്മാണ്, ഇത്രയും വലിയ പാമ്പിന് ഞാൻ കണ്ടിട്ടില്ല. ബോധം പോകും മുമ്പാണോ അതിന് ശേഷമാണോ എങ്ങനെയോ വെടിപൊട്ടി. ഞാൻ സത്യമായിട്ടും ഭയങ്കര സംഭവമാണ്. പ്രഭു, 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 നമ്മുടെ രാജ്യത്ത് ഭയങ്കര വെയിലാണെന്ന് പരാതി. വെയിലും കൊണ്ട് നടക്കുന്നവർക്കൊക്കെ പനി പിടിക്കുക. പനിക്ക് ചികിത്സിക്കാനാണെങ്കിൽ ഡോക്ടർമാരും കുറവാ. നമ്മുടെ രാജ്യത്ത് കൃത്യം എത്ര ഡോക്ടർമാരുണ്ട്? കണക്കാക്കി നോക്കിയ കൃത്യം ഒരു ഡോക്ടറുണ്ട്. കിഴക്കേ അതിർത്തിക്കടുത്താ വീട്. ഈ പറഞ്ഞ ഡോക്ടർ മിടുക്കനാണോ? മിടുക്കനാ, ബഹുമിടുക്കനാ. പക്ഷേ രോഗികളോട് ഭയങ്കര ക്രൂരമായി പെരുമാറും. അത് പിന്നെ ശാസ്ത്രമനുസരിച്ച് കൃത്യം ഒരു ഡോക്ടർ ക്രൂരമായി പെരുമാറുന്നതിന് ക്രൂരകൃത്യം എന്ന് പറയാം. അപ്പോൾ വെയിലും പനിയും ഡോക്ടറുമാണ് പ്രശ്നം. വഴിയുണ്ട്. ആരെവിടെ? ഇനി മുതൽ വെയിൽ കൊണ്ട് നടക്കുന്നവർ മുഴുവൻ നേരെ കിഴക്കോട്ടെ നടക്കാവൂ. പനി പിടിച്ചാലും ഡോക്ടറുടെ വീട്ടിലെത്താമല്ലോ.
കുത്ത നീ കലക്കിയടേ കലക്കി. ഇനി ഞാൻ കൊള്ളാം കൊള്ളാം. ദേ ഇനി ഞാൻ രണ്ട് തവണ ഇതൊന്ന് എടുത്ത് പൊക്കിയപ്പം ശക്തിയൊക്കെ ഒന്ന് കൂടിയതുപോലെ അല്ലേ വേട്ടാ? അതെ അതെ, മസിലൊക്കെ അങ്ങ് പെരുത്തു വരുന്നത് പോലെ. ആരോ വരുന്നുണ്ടല്ലോ. ഒച്ച വെക്കല്ലേ. മിണ്ടല്ലേ മിണ്ടല്ലേ. പിടിച്ചോ, വിടരുത്, പിടിച്ചോ. കിട്ടിപ്പോയടാ, കിട്ടിപ്പോയി. ഇതെന്ത് സാധനമാ ചേട്ടാ? ഇതാണ് ഞങ്ങളുടെ ശക്തിയുടെ രഹസ്യം. ഇതെടുത്ത് എന്നും ഇങ്ങനെ 10 തവണ ഞങ്ങള് പൊക്കും. അങ്ങനല്ലേ ഞങ്ങൾ ഇത്ര സ്ട്രോങ് ആയത്. എന്തിനാടാ ചിരിക്കുന്നേ? ഇതെടുത്ത് പൊക്കുന്നതാണോ ഇത്രയും വലിയ ആന കാര്യം? എല്ലാ ദിവസവും ഞങ്ങളും പൊക്കാറുണ്ട്. ഇതുപോലത്തെ ചീളുകല്ലല്ല, ഇതിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള യമണ്ടൻ 2 കല്ലുകൾ. അയ്യോടാ, അത് കല്ലല്ല, കല്ലുവച്ച നുണ. ഒന്ന് പോടാ പിള്ളേരെ. ഇതിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള കല്ലുകൾ പൊക്കൂ അത്രേ. എന്തൊരു നുണ, എന്തൊരു നുണ. ഞങ്ങള് പൊക്കി കാണിച്ചാലോ? എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഞങ്ങള് പൊക്കാറുള്ള കല്ലുകൾ കുറച്ചപ്പുറത്ത് കിടപ്പുണ്ട്. പൊക്കുന്ന കണ്ടിട്ട് ഞങ്ങളെ വിശ്വസിച്ചാ മതി. ഞങ്ങള് പോയി പൊക്കാനുള്ള കല്ല് റെഡിയാക്കിയിട്ട് വരാം. ആ വേല മക്കള് കയ്യിൽ വെച്ചാ മതി കേട്ടോ. ആ വഴിക്കങ്ങ് രക്ഷപ്പെടാനുള്ള സൂത്രമല്ലേ. എടാ അക്കു, നീ പോയി കല്ല് റെഡിയാക്ക്. ഇക്കു ഇവിടെ നിക്കട്ടെ. ഓക്കേ ഇക്കു, ഞാനിപ്പോ വരാട്ടോ. എവിടെടാ നിന്റെ അക്കു? അവൻ ഇപ്പൊ വരും. വന്നാ നിനക്ക് കൊള്ളാം. ചേട്ടന്മാരെ ഓടിവാ, സംഭവം റെഡി. അക്കു വിളിക്കുന്നുണ്ട്, വേഗം ചെല്ലാം. എടാ ഭയങ്കര. യവനാളൊരു ഞാനാണല്ലേ? എന്തോന്ന്? അല്ല, യവൻ പുലിയാണല്ലോ. പുലി? ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ചേട്ടന്മാരെ. ചേട്ടന്മാരെ, ഇതൊക്കെ വളരെ ഈസി അല്ലേ? വാ, രണ്ടുപേരും ഒന്ന് പിടിച്ചു നോക്ക്. ശരിയാണല്ലോടെ, വെരി ഈസി. വെരി 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 ഈസി. അത് പൊക്കി പിടിച്ച് നിൽക്കാനൊക്കെ ഈസിയാ. പക്ഷേ അതൊന്ന് താഴത്ത് വെച്ചിട്ട് പിന്നെയും പൊക്കി നോക്ക്. എന്നാൽ ചേട്ടന്മാരെ ഞങ്ങള് സമ്മതിക്കാം. അത്രേ ഉള്ളൂ. ശരി, താഴത്ത് വെച്ചിട്ട് പിന്നെയും പൊക്കാം. ദാ കണ്ടോളൂ. ഇത് താഴേക്ക് വരുന്നില്ലടേ. ഒന്ന് ഒത്തു പിടിയടാ കുത്ത. വലിക്ക്. അയ്യോ, ചത്തേ. പോരാ പോരാ, 10 പ്രാവശ്യം ഉയർത്തണം. Come on, Niku. ഹോ, സൂത്ര, ദേ ആനയെപ്പോലൊരു പാറ. എന്റെ പൊന്നു, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആനയെ പോലുള്ള പാറയല്ലടോ, അത് ആന തന്നെയാ. ശരിയാണല്ലോ, പക്ഷെ അനക്കമില്ല. പാറയെപ്പോലൊരു ആന അല്ല സൂത്ര? ഇത് നമ്മുടെ ഉച്ചാടൻ ആനയല്ലേ? ആ അതെ. നല്ല ഉറക്കത്തിലാ.
ഷേരു, തനിക്ക് ആനപ്പുറത്ത് കയറണം. അയ്യോ വേണ്ട വേണ്ട. ഹോ, എനിക്ക് പേടിയാ. വാടോ, ഉഗ്രം ചാൻസാ, ഇനി കിട്ടിയെന്ന് വരില്ല. കിട്ടിയാലും ഞാൻ വരില്ല. അങ്ങേര് ഭയങ്കര ദേഷ്യക്കാരനാ. ഇങ്ങരുടെ അപ്പൂപ്പനും ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഇങ്ങരുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ അതിലും പുത്രോ, പേടിത്തൊണ്ടൻ. താൻ ഇവിടെ അപ്പൂപ്പൻ്റെ കഥയും പറഞ്ഞ് അവിടെ നിന്നു. ഞാൻ കയറാൻ പോവാ. എപ്പടി? ഹോ, തന്നെ ഞാൻ സമ്മതിച്ചിടും. സമ്മതിച്ച്. ഇവിടെ താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരാനയും ഉണർന്നിരിക്കുമ്പോൾ നമ്മളെ പുറത്ത് കയറ്റില്ല. എന്നിട്ട് താൻ ഉണർന്നിരിക്കുകയാണല്ലോ. ഇവിടെ നമ്മൾ ഉണരുന്ന കാര്യമല്ലടോ, ആന ഉണർന്നിരിക്കുമ്പോൾ കയറ്റില്ലെന്ന്. ഓ ഓ ഓ ഓ. സൂത്ര, എന്താടോ തനിക്കൊരു വിറയല്? താഴെ നിന്നിട്ട് പോലും തനിക്ക് പേടിയാണോ? ആന ഉണർന്നിരിക്കുമ്പോ സമ്മതിക്കില്ലെന്നല്ലേ താൻ പറഞ്ഞത്? അതെ, അതിനെന്താ? എന്നാലേ ആന ഉണർന്നിരിക്കുന്നുണ്ട്. എന്റെ കാട്ടുമുത്തപ്പാ! പതുക്കെ പറ, മൂപ്പര് കേക്കും. ഇല്ലടോ, ചെവി കേൾക്കില്ല. ഇടോ, പുലിവാലായല്ലോ. ഞാൻ എങ്ങനെ ഇറങ്ങൂടോ? ചാടിക്കോ. ചാടാനോ? കാലൊടിയപ്പെടോ? ഞാൻ മൂങ്ങാവൈദ്യരെ വിളിക്കട്ടെ? എന്തിനാ? ആനപ്പുറത്ത് നിന്ന് ഇറക്കാനോ? അല്ലെന്നേ, കാലൊടിയുമ്പോ മരുന്ന് വെച്ച് കെട്ടാലോ. മിണ്ടി പോകരുത്. പേടിച്ച് നാശമായിട്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു മരുന്ന്. താനെന്തെങ്കിലും സൂത്രം ആലോചിക്കേ. പേടിച്ചിട്ട് എനിക്ക് സൂത്രം ഒന്നും തോന്നുന്നില്ലടോ. ഞാനൊരു ഐഡിയ പറയാം. പറ പറ പറ, വേഗം പറ. ഇങ്ങേരുടെ വാലിൽ നിന്നൊരു രോമമെടുത്ത് മോതിരമാക്കി വിരലിനിടണം. പേടി മാറാൻ ബെസ്റ്റാ. എടോ, അയ്യോ, എടോ 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 എടോ, അയ്യോ. ഇതെന്താ കുറെ നേരമായല്ലോ എൻ്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്? ചക്കയാണോ? അല്ലടോ, ചക്കക്കുരു. എന്തെങ്കിലും ഒരു സൂത്രം പറയടോ, എന്ന് വെച്ചാൽ താഴെ ഇറങ്ങാനുള്ള സൂത്രം. കിട്ടി, ഐഡിയ കിട്ടി. എടോ, ഉച്ചാടം പുഴ കടക്കാൻ പോവുക. താൻ വെള്ളത്തിലോട്ട് ചാടിക്കോ. അത് വേണോ? ചാടിക്കോടോ. പാലമല്ലേ, പുഴയല്ലേ, വെള്ളമല്ലേ. ഏതായാലും ആനപ്പുറത്തിരിക്കുന്നതിലും ഭേദമാ. കാട്ടുമുത്തപ്പാ, കാത്തോളണേ. നീതിക്കോ. ഇവിടെ നിലയില്ലടോ, നിൽക്കാൻ പറ്റുന്നില്ല. എന്തിനാ നിൽക്കുന്നത്? നീന്തടോ. ഇവിടെ നിലയുണ്ട്. അയ്യോ, നട്ടുച്ചാടൻ, ഉച്ചാടന്റെ ചേട്ടൻ. അയ്യോ, ഐഡിയ വേറെ സ്റ്റോക്കില്ലേ. അയ്യോ, ഞാൻ പോണേ.
നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തെപ്പറ്റി കുറെ പേർ പഠനം നടത്തി. അവർക്ക് ഭയങ്കര മോശം അഭിപ്രായമാണ്. പഠിക്കുന്ന കുട്ടികൾ കാര്യങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നില്ല. ഗുരുക്കന്മാരാണെങ്കിൽ കാര്യങ്ങൾ ഉരുവിട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ല. ആവർത്തിച്ച് ഉരുവിട്ടാലേ എന്തും ശരിക്കും മനസ്സിലാവൂ എന്നാ പറയുന്നത്. ആരവിടെ? ഇനി മുതൽ ശിഷ്യന്മാരും ഗുരുക്കന്മാരും ഉരുവിട്ട് പഠിക്കട്ടെ. ശാസ്ത്രമനുസരിച്ച് ഗുരുക്കന്മാർ ഉരുവിട്ട് പഠിപ്പിക്കുന്നതിന് ഗുരുവിട്ട് പഠിപ്പിക്കുക എന്ന് പറയാവുന്നതാണ്. താൻ മിണ്ടരുത്. ഗുരുക്കന്മാർ ഉരുവിട്ട് പഠിപ്പിക്കുന്നതിന് ഗുരുവിട്ട് പഠിപ്പിക്കുക എന്ന് പറയാം. തന്നോടല്ലേ മിണ്ടരുതെന്ന് പറഞ്ഞത്? ഗുരുക്കന്മാർ ഉരുവിട്ട് പഠിപ്പിക്കുന്നതിന് ഗുരുവിട്ട് തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഗുരുക്കന്മാർ കാര്യങ്ങൾ പലതവണ ഉരുവിടണമെന്നല്ലേ ഉത്തരവ്? ഞാനും ഈ പറഞ്ഞ കാര്യം പലതവണ ഉരുവിട്ടതാണേ.